ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും NDPC എക്സാംസിനായിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് NDPC എക്സാമിന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് NDPCയുടെ എക്സാം പ്രതീക്ഷിക്കാമെന്നായിരുന്നു. പക്ഷേ റെയിൽവേ നടത്താനിരുന്ന RRB, JE, CBT 2 അതേപോലെ ALP, CBT 2 എന്നിവ എക്സാമുകളുടെ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യപ്പെടുകയുണ്ടായി. JE, CBT 2ന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ 22-നാണ്. അതേപോലെ ALP, CBT 2ന്റെ എക്സാം നടക്കേണ്ടിയിരുന്നത് മാർച്ച് 19, മാർച്ച് 20 തീയതികളിലായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. അതിന്റെ ഡേറ്റ് ഉടനെ വരുന്നതാണ്. അതേപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി ഔട്ടായി. അതായത് പാരാമെഡിക്കൽ എക്സാംസിന്റെ ഡേറ്റ് കൂടി ഔട്ടായിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് ഏപ്രിൽ 28 മുതൽ ഏപ്രിൽ 30 വരെയുള്ള തീയതികളിലാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ തന്നെ ALP, CBT 2, JE, CBT 2 അതേപോലെ പാരാമെഡിക്കൽ എക്സാംസ്, ഇത്രയും 3 എക്സാംസ് ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് നമുക്ക് NDPCയുടെ എക്സാം പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം NDPC എന്ന് പറയുന്ന ഒരു വലിയ എക്സാം ആണ്. 1 കോടിയിലധികം ആപ്ലിക്കൻസ് ഉള്ള ഒരു എക്സാം ആണ് NDPC എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഏപ്രിൽ മാസത്തിൽ NDPCയുടെ എക്സാം കാണില്ല എന്ന് തന്നെ വിശ്വസിക്കാം. നമുക്ക് ഈ എക്സാം മെയ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് സെക്കൻഡ് വീക്കോട് കൂടി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ജൂൺ മാസത്തിലേക്കൊക്കെ വരുമ്പോൾ SSCയുടെ എക്സാംസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ തന്നെ NDPCയുടെ എക്സാം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് NDPCയുടെ എക്സാംസിന്റെ പാറ്റേൺ ഒന്നുകൂടി നോക്കാം. NDPCയുടെ എക്സാം പാറ്റേൺ വരുന്നത് 90 മിനിറ്റ്സിന്റെ എക്സാം ആണ്. അതിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇതിൽ ജനറൽ അവയർനെസ്സിന് 40 മാർക്കും, മാത്തമാറ്റിക്സിന് 30 മാർക്കും, റീസണിങ്ങിന് 30 മാർക്ക്, അങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്. നമുക്കറിയാം പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70+ അല്ലെങ്കിൽ 75+ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുകയുള്ളൂ. നമ്മളിവിടെ 2024 NDPC എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 80+ മാർക്കായിരിക്കണം നമ്മളിവിടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് CBT 1 ക്വാളിഫൈ ആവാൻ പറ്റുകയുള്ളൂ. കാരണം പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75, 72, 78 അങ്ങനെയാണ് പല സോൺസിലായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു ഹൈ കട്ട് ഓഫ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ വേണം നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി നമുക്ക് ഒരു 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം മാത്രമേ മുൻപിലുള്ളൂ എന്ന രീതിയിൽ വേണം നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത് നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മാത്സും റീസണിങ്ങിനും നല്ല സ്പീഡ് ഉണ്ടാവണം എക്സാം ഹോളിൽ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ എക്സാം ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്പീഡ് അവിടെ ഉണ്ടായിരിക്കണം. നമുക്ക് കൺസെപ്റ്റ് അറിയാം, നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ടൈമിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. കാരണം നമുക്ക് എക്സാമിന് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് ആ ടൈമിൽ അത് ചെയ്യാൻ കഴിയണം. നമ്മൾ ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ മാത്സിനും റീസണിങ്ങിനും ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. നമ്മൾ ഈ ടോപ്പിക്സുകളെല്ലാം കവർ ചെയ്യുക, ഇതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ള ടൈമിൽ അതാണ് വേണ്ടത്. കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്പീഡ് വർദ്ധിക്കുകയുള്ളൂ. അതേപോലെ നമുക്കൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അത് ഇന്നൊരു മോക്ക് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു മോക്ക് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഒരു ലെവൽ എങ്ങനെയാണെന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ അത് വളരെ ഉപകാരപ്പെടും. കാരണം നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ഇന്ന് മേടിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് അടുത്ത നെക്സ്റ്റ് ഡേയിലെ മോക്ക് ടെസ്റ്റിൽ വാങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയി. അല്ലെങ്കിൽ മാർക്ക് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഏരിയ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് റിവിഷൻ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ പഠനം ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുക. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കണം. കാരണം റെയിൽവേയുടെ എക്സാംസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം 2024 നടന്ന എക്സാംസിലെല്ലാം കറണ്ട് അഫയേഴ്സിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് മിസ്സാവാതെ കറണ്ട് അഫയേഴ്സ് എല്ലാം കവർ ചെയ്യണം. NDPC എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്കായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പഠനം കാര്യക്ഷമമാക്കാനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി ഒരു ക്രാക്ക് ത്രൂ ക്വസ്റ്റ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും സൗജന്യമാണ്. നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ എക്സാംസിന് ഉപകാരപ്പെടും. അപ്പോൾ ഇതെല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകരാണ്. ഈ ക്ലാസ്സുകൾ മിസ്സാക്കാതെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും.
അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുമായി റിലേറ്റ് ചെയ്തോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ CTQ സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉടൻ തന്നെ എല്ലാവരും ഈ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.